അങ്ങനെ ഞങ്ങളിപ്പോൾ കൈത്തറി മോട്ടോർ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു വൈകുന്നേരം രാത്രി ഒരു 9:30 ആയിട്ടുണ്ട്. സമ്മർ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പിന്നെയും കുറച്ചുകൂടി സൺലൈറ്റ് ഉണ്ട്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രയും വലിയൊരു വൈബും ആംബിയൻസും ഒന്നും ഞങ്ങൾ ഇവിടെ വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ 9:30 ആയപ്പോൾ രാത്രിയാകുമ്പോൾ ഇവിടെ എത്തിയാൽ മതി എന്ന് ഓർത്തിട്ട് പതുക്കെ വരുവോ ചെയ്തേ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അടിപൊളി വൈബ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ രാത്രിയിൽ ഒത്തിരി ക്ലിയറായിട്ട് വീഡിയോ ഒന്നും കിട്ടത്തില്ലെങ്കിലും ഇവിടെ എന്താണ് രാത്രിയിൽ എന്താ നടക്കുന്നതെന്നൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് രാത്രിയിൽ വരെ കുറച്ച് വീഡിയോ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം ആൾക്കാർ ഇന്നിപ്പോൾ ക്രിസ്മസ് 25 ഡിസംബർ 25 ഈ വീഡിയോ എടുത്തത്. കൂടുതലും ഈ ക്യാമ്പിൻ്റെ അന്ന് ക്യാമ്പ് ഏറ്റവും ഡിമാൻഡ് അല്ലെങ്കിൽ എല്ലാവരും വരുന്നത് ഏകദേശം ഈ ക്രിസ്മസ് സമയവും ബോക്സിംഗ് ഡേ അതായത് 26 ആ ഒരു സമയങ്ങളിലാണ്. കാരണം അപ്പോഴാണ് ഇവിടെ ശരിക്കും കുട്ടികൾക്ക് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ആനുവൽ ഈ സമ്മർ അവധി കിട്ടുന്നത് ഡിസംബർ ജനുവരിയാണ്. പിന്നെ ക്രിസ്മസ് അവധിയും അങ്ങനെ എല്ലാം വരുമ്പോൾ എല്ലാവർക്കും അവധിയുള്ളൊരു സമയമാണിത്. അപ്പോൾ പിന്നെ സമ്മറും കൂടി ആയതുകൊണ്ട് ഒരു 9:30 ആയിട്ടും കണ്ടില്ല, ആകാശമൊക്കെ കണ്ടില്ല, നല്ല കുറച്ചും കൂടി സൺലൈറ്റ് ഉണ്ട്. ക്യാമറയ്ക്ക് ഒത്തിരി ക്ലിയർ ഇല്ലെങ്കിലും നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ക്ലിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കിട്ടുന്നതെന്ന് ഓർത്തിട്ട് ഞങ്ങൾ എടുത്തതാണ്. അപ്പോൾ ഈ ട്രക്ക് ഞങ്ങളിവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഇതായിരുന്നു കേട്ടോ. അതിനകത്തൊരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലും ആൾക്കാരൊക്കെ പതുക്കെ ഇരുട്ടി വീണപ്പോഴത്തേക്കും ഉറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും സമ്മറും അതുപോലെ തന്നെ ഹോളിഡേ ഇതായതുകൊണ്ട് ആൾക്കാരുണ്ട്. ഇതൊരു മെയിൻ അതിൻ്റെ ഒരു ഫെസിലിറ്റിയൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരു കിച്ചണുണ്ട്, കുറച്ച് ബാർബിക്യൂ ടേബിൾസും ബാർബിക്യൂ ചെയ്യാനുള്ള സ്ഥലവും ഇതൊക്കെയുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറ സൈഡിൽ തന്നെ നമുക്ക് ലോണ്ട്രിയും കുളിക്കാനുള്ള സ്ഥലവും ടോയ്ലറ്റ്സും കുറച്ച് മൈക്രോവേവും അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഇവിടെ മാത്രമായിട്ടില്ല, ഈ ക്യാമ്പ് സൈറ്റ് ഭയങ്കര വലിയൊരു ക്യാമ്പ് സൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പല പല ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ ടോയ്ലറ്റൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ടോയ്ലറ്റുകളും കുളിക്കാനുള്ളതും വേസ്റ്റ് ഇടാനുള്ള സ്ഥലങ്ങളും അങ്ങനെ പല സ്ഥലത്തായിട്ട് കുറേ ക്രമീകരിച്ചിട്ടുണ്ട്. ഒത്തിരി ഇരുട്ടായതുകൊണ്ട് ഒത്തിരി വലിയ ക്ലിയർ അല്ല വീഡിയോ. എങ്കിലും ഇവിടെ ക്രിസ്മസ് സമയത്ത് എന്താണ് നടക്കുന്നത്, ആൾക്കാരുടെ ഒരു ആഘോഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്നോർത്താണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ വീഡിയോ. ഒത്തിരി ഇരുട്ടാണ്. എന്നാലും ആൾക്കാർ ഇവിടെ കുറച്ച് പേര് വോളിബോൾ കളിയും പിന്നെ കുറേ പേര് ക്രിസ്മസ് ഡിന്നറൊക്കെ കഴിക്കുന്നവരുണ്ട്. അതായത് അവർ സ്വന്തം ഒരു ക്യാമ്പ് ടെൻറ്റ് പോലെ കെട്ടിയിട്ട് അതിനകത്ത് ഒരു ഡൈനിങ് റൂം പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ക്രിസ്മസ് ഡിന്നറൊക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ട്. പല രീതിയിലുള്ള ക്യാമ്പിംഗ് ഉണ്ട് കേട്ടോ. അതായത് ഒരു ക്യാമ്പർ വാനായിട്ട് വരുന്നവരുണ്ട്, അല്ലെങ്കിൽ ട്രെയിലറിലായിട്ട് ചെറിയൊരു ക്യാമ്പിംഗ് ഇതുള്ളവരുണ്ട്. പിന്നെ വണ്ടിയിൽ വന്നിട്ട് ഒരു ടെൻ്റ് അടിച്ചിട്ട് അവിടെ താമസിക്കുന്നവരുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ക്രിസ്മസ് സമയത്ത് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് ഈ ക്യാമ്പ് സൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. ഇവിടെ വരുന്നത് ഏറ്റവും നല്ല സമയം ക്രിസ്മസ് സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടിട്ട് ഇവിടുത്തെ ഒരു ആൾക്കാരുടെ ഒരു തിരക്കും അവരുടെ ഒരു ആഘോഷങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ വരാൻ ഏറ്റവും നല്ല സമയം ക്രിസ്മസ് സമയമാണെന്നാണ്. പിന്നെ ഞാൻ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ പത്രത്തിൽ വായിക്കുകയുണ്ടായി, ഇവിടെ ഒരു ദിവസം ഇവിടെ എല്ലാ വർഷവും ക്രിസ്മസിന് വരുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇത്തവണ അവർ ബുക്ക് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയില്ല, ക്യാമ്പിങ് കിട്ടിയില്ല, അവർക്ക് ഭയങ്കര വിഷമമായി എന്നൊക്കെ പറഞ്ഞിട്ട് അത് പത്രത്തിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു വണ്ടി ഇവിടെ കിടക്കുന്നു. രാവിലെ ഞാനിപ്പോൾ തലേ ദിവസത്തെ രാത്രിയിലത്തെ വീഡിയോ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് രാവിലെ വീണ്ടും ഈ ക്യാമ്പ് സൈറ്റ് ഒന്ന് കാണാൻ. നമ്മുടെ വണ്ടി കിടക്കുന്നതിൻ്റെ 2 സൈഡിലും നല്ല കുറച്ച് എംപ്റ്റി സ്പേസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ബുക്ക് ചെയ്യുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം മാത്രമല്ല, അതിൻ്റെ അടുത്തൊരു ടെൻറ്റ് കെട്ടാനുള്ള സ്ഥലം കൂടി നമുക്ക് അവർ തരും. ആ ഒരു ബ്ലോക്കാണ് നമുക്ക് തരുന്നത്. അപ്പം അത്രയും സ്ഥലം നമുക്ക് തരും. ഏതായാലും രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. അപ്പം നമുക്ക് ഇന്നലെ രാത്രി എനിക്കറിയത്തില്ലായിരുന്നു ഇത്രയും നല്ലൊരു ആംബിയൻസ് ഒക്കെ കിട്ടും, അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഇവിടെ എത്താൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഇന്നലെ നെൽസൺ ലേക്സിലും അവിടെയൊക്കെ ഇറങ്ങി കുറേ വീഡിയോയും അങ്ങനെ കുറേ സമയമെടുത്ത് പതുക്കെയാണ് ഞങ്ങളിവിടെ എത്താനായിട്ട് പ്ലാൻ ചെയ്തിരുന്നുള്ളൂ. ഇങ്ങനെ നല്ലൊരു ആംബിയൻസും ഭയങ്കര ഒരു
ഇതൊക്കെ ഉണ്ടെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി നേരത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള വീഡിയോ തലേ ദിവസം തന്നെ എടുക്കാമായിരുന്നു. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് രാവിലത്തെ വീഡിയോസ് കാണാം. ഇപ്പോൾ എല്ലാവരും ഇന്നലത്തെ തലേ ദിവസത്തെ കുറച്ചുകൂടി എല്ലാവരും ലേറ്റായിട്ടാണ് ഉറങ്ങിയതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പതുക്കെ എല്ലാവരും എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ ഒരു 8:30 കാണും. സമ്മർ ടൈം ആയതുകൊണ്ടാണ് ഇത്രയും നല്ല വെളിച്ചം. കാരണം സമ്മറാകുമ്പോൾ ഇവിടെ ഒരു 9:30-10 മണി വരെ സൺലൈറ്റ് ഉണ്ടാവും. കൂടുതലും സൗത്ത് പോളിൻ്റെയൊക്കെ ആ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡേ ലൈറ്റിന് സമയം ഉണ്ടാവും. പിന്നെ രാവിലെ ഒരു 5:30-6 മണി ആകുമ്പോഴത്തേക്കും നേരം വെളുക്കും. ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട്. 8:30 ആകുമ്പോഴത്തേക്കും നല്ല വെളിച്ചമായി. എങ്കിലും ആൾക്കാർ പതുക്കെ എഴുന്നേറ്റ് വരുന്നുള്ളൂ. ആൾക്കാർ പതുക്കെ ഓടാനും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉള്ളവർ, ഒരു ന്യൂസിലൻഡിലുള്ളവർ എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും ഭയങ്കര സ്പോർട്സ് പ്രേമികളാണ്. എല്ലാവർക്കും രാവിലെ എക്സസൈസും അല്ലെങ്കിൽ എല്ലാം പലതരം ആക്ടിവിറ്റീസിലും ഒക്കെ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് ന്യൂസിലൻഡിലെ ആൾക്കാർ പൊതുവെ. രാവിലെ എഴുന്നേറ്റവർ വളരെ കുറച്ചാണ്. ബാക്കി എല്ലാവരും ഇന്നലത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ക്ഷീണത്തിലാണ്. ഞാൻ മാക്സിമം ഒച്ചയൊന്നും ഉണ്ടാക്കാണ്ട് ഇതിലൂടെ നടന്ന് വീഡിയോ എടുക്കുകയാണ്. ഈ ബ്ലൂ പൈപ്പ് കാണുന്നത് നമുക്ക് ക്യാമ്പർ വാനിലേക്കൊക്കെ വെള്ളം എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഒരു സൗകര്യമാണ് ഉള്ളത്. കുട്ടികളുള്ളവരൊക്കെ സ്ട്രോളറിൽ പിള്ളേരെയൊക്കെ എഴുന്നേറ്റ് അതൊക്കെ നടക്കാനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഈ ക്യാമ്പ് സൈറ്റിൻ്റെ ഒരു എൻഡാണ് ഈ കാണുന്നത്. അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഒരു ബൗണ്ടറി ആയിട്ടാണ് ഇത് വരുന്നത്. ചെറിയൊരു കാടായിട്ടുള്ള ഭാഗം. കാടല്ല ശരിക്കും, കുറേ വൃക്ഷങ്ങളിങ്ങനെ നട്ടുപിടിപ്പിച്ച് വളർത്തി പരിപാലിച്ച് വരുന്നതാണ്. ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാമ്പിങ് ആ ട്രക്കായിരുന്നു, ഒരു ഫുഡൊക്കെ ഉള്ള. ഇവിടെ അതിൽ കണ്ടതിൽ വെച്ച് ഒരു ബൈക്കിൽ വന്ന് ഒരു ആൾ ക്യാമ്പ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയൊരു ടെൻ്റാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ ബൈക്കിൽ പുള്ളി ഒരു ടെൻ്റായിട്ട് വന്ന് ഉറങ്ങുന്നു. അപ്പോൾ ബൈക്കിൽ വരെ വന്ന ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വലിയ ട്രക്കിൽ വരെ വന്ന് കടയിൽ നടത്തിയ ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള ക്യാമ്പിങ്ങാണ് ഇവിടെ ഉള്ളത്. ഒത്തിരി ആൾക്കാരെ കാണാത്തത് എല്ലാവരും പതുക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലാണ്. ഇന്നലത്തെ ക്രിസ്മസ് പാർട്ടിയും കളികളും എല്ലാം കഴിഞ്ഞ് ആക്ടിവിറ്റിയും ഒക്കെ കഴിഞ്ഞ ക്ഷീണത്തിൽ ഉറങ്ങുകയാണ് എല്ലാവരും. ഞങ്ങളിതിലൂടെ വന്നപ്പോൾ കുറച്ച് ഈ കാണുന്ന പക്ഷി സീകളാണ്. ഇവിടെ കാക്കയില്ലാത്തതുകൊണ്ട് കാക്കയുടെ പണികളൊക്കെ ഇവിടെ ചെയ്യുന്നത് സീകളാണ്. അത്യാവശ്യം വേസ്റ്റൊക്കെ കഴിച്ച് അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട്. ഇത് കടലിലേക്ക് പോകാമെന്നുള്ളൊരു വഴിയാണ് കേട്ടോ. കടലല്ല, ഒരു അകത്തേക്ക് കയറി കിടക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഇവിടെ നല്ലൊരു വേലി ഇറക്കത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഒത്തിരി വെള്ളമില്ല. പക്ഷേ നമ്മൾ ഇത്രയും കരയാണെന്ന് ഓർത്ത് ഉള്ളിലേക്ക് ഒത്തിരി നടന്നു പോകരുത്. കാരണം വേലിയേറ്റ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ പെട്ടുപോകും. തിരിച്ചു പോകാനുള്ള വഴികൾ മൊത്തം വെള്ളത്തിൽ മൂടിപ്പോവുകയും ചെയ്യും. അങ്ങനെ അവസാനം നമ്മൾ മൂടിപ്പോയി നീന്താനൊന്നും അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ അവസാനം കടലിൽ നടക്കാവും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം സൂക്ഷിച്ച് ബുദ്ധിപൂർവ്വം ഇറങ്ങിപ്പോകാനും വേലിയേറ്റം വരുന്നതിന് മുമ്പ് തിരിച്ച് കയറി വരാനും ശ്രദ്ധിക്കണം. താറാവിനൊന്നും മനുഷ്യരെ പേടിയൊന്നുമില്ല ഇവിടെ. അത്യാവശ്യം ഇടയ്ക്കൊക്കെ നല്ല ഫുഡൊക്കെ കിട്ടുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ള ഒരു ആലോചനയിലാണ് താറാവ് അവിടെ ഇരിക്കുന്നത്. ഇത് നമുക്ക് ഒരു വാട്ടർ പൈപ്പാണ്. നമ്മൾ ഈ പൈപ്പ് തന്നെയാണ്, ഈ പൈപ്പിൻ്റെ ഈ ഭാഗം തന്നെയാണ് നമ്മൾ ഉപയോഗിച്ച് വണ്ടിയിലേക്ക് വെള്ളമൊക്കെ നിറയ്ക്കുന്നതും പാത്രം കഴുകാനുള്ള വെള്ളങ്ങളും ഒക്കെ നിറയ്ക്കുന്നു. പിന്നെ വേസ്റ്റ് വെള്ളം കളയാനും നമ്മൾ ആ വേസ്റ്റ് പോകുന്ന സ്ഥലത്തേക്ക് കളഞ്ഞാൽ മതി. ഇപ്പം ഈ ടെൻ്റൊന്നും അടിച്ച് താമസിക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് കുറച്ച് ക്യാബിൻസ് ഇവിടെ ഈ ഭാഗത്തുണ്ട്. ഈ ക്യാമ്പ് സൈറ്റിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും ഈ ക്യാബിൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ കുറച്ചും കൂടി അവസാന ഭാഗങ്ങളിൽ അത് കാണിക്കാൻ ശ്രമിക്കാം. സമ്മർ ടൈം ആകുമ്പോൾ ഇവിടെ ഏകദേശം മിക്ക സമയങ്ങളിലും നല്ല ഒരു മഴയില്ലാത്ത ഒരു കാലാവസ്ഥയാണ്
അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് സമ്മർ ടൈമിൽ ധൈര്യമായിട്ട് ഇവർ ക്യാമ്പിങ്ങിന് വേണ്ടി തന്നെ വരുന്നത്. കാരണം ഈ സമയത്ത് ന്യൂസിലൻഡിലെ വെതറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് ചേഞ്ച് ചെയ്യാം. പക്ഷേ സമ്മർ ടൈം ആകുമ്പോൾ പ്രത്യേകിച്ചും ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ മഴയ്ക്ക് സാധ്യത കുറവായതുകൊണ്ടാണ് ആൾക്കാർ ധൈര്യപൂർവ്വം ക്യാമ്പിങ്ങിന് വരുന്നത്. ഇത് ഏകദേശം ക്യാമ്പ് സൈറ്റിൻ്റെ ഫ്രണ്ടിലൊരു വ്യൂ ആണ്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ഈ കാണുന്ന കൈത്തരിത്തരി ബീച്ച്. ഈ ബീച്ചാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. അതുപോലെ തന്നെ ഈ ക്യാമ്പ് സൈറ്റും. നമുക്ക് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ബോട്ടിലും ക്യാമ്പ് സൈറ്റിലും മാത്രമല്ല ബോട്ടിലും അവിടെ തമ്പടിച്ചിട്ടുണ്ട്. നേരം രാവിലെ ആയതുകൊണ്ടാണ് അധികം ആൾക്കാരില്ലാത്തത്. സാധാരണ നല്ല ബിസി ആയിട്ടുള്ള ഒരു ബീച്ചാണിത്. അങ്ങകലെ വരെയുണ്ട്. ഇതൊരു വൈറ്റ് സാൻഡ് ബീച്ചാണ്. സാധാരണ നമ്മൾ ന്യൂസിലൻഡിലെ കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് അത്യാവശ്യം ഒരു ബ്ലാക്ക് സാൻഡുള്ള ഒരു ബീച്ചാണ്. ഇവിടെ വെള്ളത്തിൻ്റെ ഒരു കളറിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു കടും പച്ച കളർ, ഒരു കടുത്ത പച്ച കളറും ബീച്ചിൻ്റെ ഒരു സാൻഡിൻ്റെ കളറും കൂടി വരുമ്പോൾ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഒത്തിരി തിരമാലകളൊന്നും ഇപ്പോൾ ഇല്ല. എനിക്ക് തോന്നുന്നത് ലോ ടൈഡ് ആയതുകൊണ്ടായിരിക്കും. എന്നാൽ ഒരു അത്യാവശ്യം ശാന്തമായിട്ടുള്ള ഒരു കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാത്ത സേഫായിട്ടുള്ള ഒരു ബീച്ചാണ്. നമ്മൾ ഈ ബോർഡിൽ ഇവിടുത്തെ ഈ ബീച്ചിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കൂടുതലായിട്ടും ഒരു 1930കളിൽ തൊട്ട് ഇവിടെ ഇതുപോലെ ക്രിസ്മസ് സമയങ്ങളിൽ ഓരോ ക്യാമ്പിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു മെയിൻ ഒരു ആൾക്കാർ ഒത്തുകൂടുന്ന ഒരു സ്ഥലമായി മാറി. പ്രത്യേകിച്ചും ക്രിസ്മസ് സമയങ്ങളിൽ ആൾക്കാർ ഒത്തുകൂടുന്ന ഒരു ഫേമസ് ഡെസ്റ്റിനേഷനാണ് ഈ കൈത്തരിത്തരി ബീച്ച്. അവിടെ ഒരു വണ്ടി ഇപ്പോൾ പോയെന്നത് കണ്ടായിരുന്നു. അതിനകത്ത് കയാക്സ് ഒക്കെ കൊണ്ടുപോകുന്നതാണ്. ഇവിടെ കൂടുതൽ ആൾക്കാർ ബീച്ചിൽ വരുന്നെങ്കിലും ഒരു 80% ആൾക്കാരും ഇവിടെ ബീച്ചിലുള്ളവർ വെള്ളത്തിൽ എന്തെങ്കിലും ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒന്നെങ്കിൽ നീന്താനോ പാഡൽ ബോർഡോ കയാക്കിങ്ങോ ആ പരിപാടികളായിരിക്കും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് മടുത്ത് വരുമ്പോൾ അവർ അത്യാവശ്യം ബീച്ചിൽ ഇരിക്കും. അങ്ങനെ അപ്പോൾ കൂടുതൽ ആൾക്കാരും വെള്ളത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഒരു 20% ആൾക്കാർ കരയിലും. ഇതിപ്പോൾ നമ്മുടെ ആ ക്യാമ്പ് സൈറ്റിൻ്റെ എൻട്രിയാണ്. ഞാൻ തിരിച്ചങ്ങോട്ട് കയറി പോവാണ്. മെയിൻ ഒരു ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു വലിയൊരു റെസ്റ്റോറൻ്റാണ്. ആ ഭാഗത്ത് അത്യാവശ്യം ഇന്നലെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. റൈറ്റ് സൈഡിൽ ഈ ക്യാമ്പിങ്ങിൻ്റെ ഒരു റിസപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഏതായാലും ഇങ്ങോട്ട് വരാനാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ക്യാമ്പ് സൈറ്റുകളൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു ക്യാമ്പ് സൈറ്റ് പ്രത്യേകിച്ചും ക്രിസ്മസ് ദിവസം നമുക്ക് കിട്ടിയത്. സാധാരണ ആൾക്കാർ ഇവിടെ ഒരാഴ്ചയ്ക്കോ 2 ആഴ്ചയ്ക്കൊക്കെയാണ് വരുന്നത്. ഞങ്ങൾ കറക്റ്റ് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്നുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം വിളിച്ചപ്പോൾ ക്രിസ്മസ് സമയം എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ നോക്കാണ്ട് തന്നെ അവർ പറഞ്ഞു ഇവിടെ ഇല്ല, ക്യാമ്പിംഗ് ഒന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരു ദിവസത്തേക്കാണെങ്കിൽ ഒരു ക്യാമ്പ് സൈറ്റ് ഒരു പാർക്കിംഗ് സ്പേസ് ഫ്രീ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഒരു ക്യാമ്പിംഗ് സൈറ്റ് കിട്ടിയതാണ്. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകിച്ചും ക്രിസ്മസ് സമയത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ ബുക്ക് ചെയ്യാവോ അത്രയും നല്ലതായിരിക്കും. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് നല്ല ഇവിടെ ക്യാമ്പ് സൈറ്റിലൊക്കെ താമസിക്കാം, മാക്സിമം എൻജോയ് ചെയ്ത് പോകാവുന്നതാണ്. ഇവിടെ വരാൻ ഏറ്റവും നല്ല സമയം എനിക്ക് ഇപ്പോൾ വന്നത് കണ്ടിട്ട് ക്രിസ്മസ് സമയമാണ് ഏറ്റവും നല്ല സമയം. ഒത്തിരി പലതരത്തിലുള്ള ക്യാമ്പിംഗ് ഉണ്ട്, ആൾക്കാർ പല പല ആക്ടിവിറ്റീസും, അങ്ങനെ ഒരു സ്ഥലമാണിത്. ഞാൻ തിരിച്ച് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വണ്ടിയിലേക്ക് പവർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പവേർഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്താൽ നമുക്കിങ്ങനെ പവർ കുത്താനുള്ള സ്ഥലം കിട്ടും. അപ്പോൾ അങ്ങനെ പവർ കുത്താനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ വണ്ടി നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും വണ്ടിയിലേക്ക് ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ടെങ്കിൽ ബാറ്ററീനെ ആശ്രയിക്കേണ്ടി വരില്ല. ഈ ബാറ്ററീനെ ആശ്രയിക്കേണ്ടാത്ത സ്ഥലത്ത് വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തേണ്ട അങ്ങനെ അതുപോലത്തെ കാര്യങ്ങളുടെ ആവശ്യമില്ല.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതായാലും നമ്മൾ പവേഡ് ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചാർജ് ചെയ്ത് തരാൻ പറ്റും. പിന്നെ സമ്മർ ടൈം ആയതുകൊണ്ട് വണ്ടി നമുക്ക് തണുപ്പിൻ്റെ പ്രശ്നമില്ല, വണ്ടി ചൂടാക്കി നിർത്തേണ്ട ഒന്നും ആവശ്യം വന്നില്ല.